12 മാസത്തെ ജോലിക്ക് 13 മാസത്തെ ശമ്പളം. FBI, ഇന്റർപോൾ പോലെയുള്ള ഇന്റർനാഷണൽ ഏജൻസീസുമായി കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള അവസരം. ഈ കേന്ദ്ര സർക്കാർ ജോലിക്ക് ആകെ വേണ്ടത് 30 വയസ്സിന് താഴെ പ്രായവും ജസ്റ്റ് ഒരു ഡിഗ്രിയും മാത്രം. നമ്മൾ പറഞ്ഞു വരുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ സബ് ഇൻസ്പെക്ടർ എന്ന പോസ്റ്റിനെ പറ്റിയിട്ടാണ്. സോ അധികം ആൾക്കാർക്ക് അറിയാത്ത ഒരു പോസ്റ്റാണിത്. കാരണം ഈ ഒരു ജോലിയുടെ സീക്രട്ടീവ് നേച്ചർ തന്നെയാണ് അതിന് പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പോസ്റ്റ്, എങ്ങനെയാണ് നമുക്കും ഈ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ എന്താണ് NIA അല്ലെങ്കിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് നമുക്ക് നോക്കാം. സോ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്നത് ഒത്തിരി പഴയ ഒരു ഓർഗനൈസേഷൻ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, മുംബൈയിൽ 2008 ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മുടെ രാജ്യത്തെ ടെററിസം കംപ്ലീറ്റ് ആയിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്തിരിക്കുന്ന ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA എന്ന് പറയുന്നത്. സോ വളരെ ചെറുപ്പമായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇത്തിരി സീക്രട്ടീവ് ആണ് ഇതിൻ്റെ നേച്ചേഴ്സ്. അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അവരുടെ പ്രൊഫൈൽ അങ്ങനെ പുറത്തേക്ക് വെളിപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള യൂണിഫോമോ അല്ലെങ്കിൽ ഒരു യൂണിഫോം ജോബാണ് എന്ന് ഇതിനെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പല വെബ് സീരീസിലും മൂവീസിലൊക്കെ ഈ ജോബ് റോൾസൊക്കെ ത്രില്ലടിച്ച് കണ്ടതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ടാകും. സോ ബേസിക്കലി NIA എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ടെററിസത്തിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള, അതായത് ടെററിസം മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. സോ ഇവിടെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോലീസ് ഓർഗനൈസേഷൻ പോലെ കമ്പയർ ചെയ്യാം. ഏകദേശം പോലീസ് ഓർഗനൈസേഷൻസിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ പോലെ തന്നെയാണ് ഈ ഒരു ജോലിയെങ്കിലും ഇവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പോലീസ് എങ്ങനെയാണ് കേസ് ഉണ്ടായതിന് ശേഷം ഒരു പ്രശ്നം, ഒരു ക്രൈം നടന്നതിന് ശേഷം ഹാൻഡിൽ ചെയ്യുന്നത്, ഇവിടെ ആ ക്രൈം നടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഒരു ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ നമ്മുടെ ഇൻ്റലിജൻസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അൺഫേവറബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവാതെ നോക്കുക എന്ന് പറയുന്നതാണ് ഈ ഒരു ഓഫീസറുടെ ഡ്യൂട്ടി. ക്ലിയർ? അപ്പോൾ ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അല്ലെങ്കിൽ MHAയുടെ കീഴിൽ വരുന്ന ഒരു ഏജൻസിയാണ്. സോ രാജ്യത്തെ മൊത്തം സുരക്ഷയും അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന എന്ത് തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം തന്നെ NIAയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ പിക്ചറാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. സോ ബേസിക്കലി MHAയുടെ കീഴിൽ രാജ്യത്തിൻ്റെ എല്ലാ സുരക്ഷയും അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാ ഓപ്പറേഷൻസിനും നേതൃത്വം കൊടുക്കുക, സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൈമറി ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ആക്റ്റുകൾ വരുന്നുണ്ട്. അതായത് കൗണ്ടർ ടെററിസം ആക്ട് വരുന്നുണ്ട്, UAPA വരുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും UAPA പ്രകാരം ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു എന്നൊക്കെ. സോ അത് ബേസിക്കലി അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ്. പിന്നെ വീണ്ടും ആറ്റോമിക് ത്രെറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആക്ട് ഉണ്ട്, എക്സ്പ്ലോസീവ് ആക്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ഓർഗനൈസേഷൻ ആണ് NIA എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറയുന്നതാണ്. സോ ഇവിടെ ഈ പോസ്റ്റിലേക്ക് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത് SSCയുടെ CGL എക്സാമിലൂടെയാണ്. സോ ഇവിടെ സാധാരണ SSCയുടെ CGL എക്സാം വരുന്ന സമയത്ത് ഒരുപാട് പോസ്റ്റുകൾ വരാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പോസ്റ്റും വരിക. അല്ലാതെ ഇതിനു വേണ്ടി ഒരു സ്പെസിഫിക് എക്സാം അല്ല. നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ SSCയുടെ CGL എക്സാമിന് Tier 1 and Tier 2 എന്ന് പറയുന്ന 2 tiers ഉണ്ട്. സോ ഇവിടെ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സും ഫിസിക്കൽ മെഷർമെൻറ്റുകളും വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പറയാം. അപ്പോൾ ഇതെല്ലാത്തിന് ശേഷം, അതായത് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടേക്കുള്ള ഫൈനൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ആർക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 അല്ല, 20-നും 30-നും ഇടയിലുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. മിനിമം എലിജിബിലിറ്റി ഡിഗ്രിയാണ്, അതുകൊണ്ടാണ് 20 വയസ്സ് വരുന്നത്. സോ ഇവിടെ SC ST കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ പോസിബിൾ ആണ്. OBCക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ആൻഡ് SC STക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ജോലിയുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. സോ മെഡിക്കൽ
സ്റ്റാൻഡേർഡ്സ് ഞാൻ പറഞ്ഞല്ലോ ഉണ്ട്. പക്ഷേ ആർമിയുടെ അത്രയും വലിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, അത്രയും ടഫായിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അല്ല. സോ ഇവിടെ നമ്മൾ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇവിടേക്ക് 152 ആണ് മിനിമം ഹൈറ്റ് ആയിട്ട് വരുന്നത്. 150 സെൻറ്റിമീറ്റേഴ്സ് ആണ് വിമൻ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് വരുന്നത്. ഇനി നിങ്ങൾ നോട്ടിഫിക്കേഷൻസിൻ്റെ പല പ്ലേസസിലും കണ്ടിട്ടുണ്ടാവും, ചില സ്പെസിഫിക് ട്രൈബ്സിലുള്ളവർക്ക് ഹൈറ്റ് ബൈ 5 സെൻറ്റിമീറ്റേഴ്സ് റിലാക്സേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ തൽക്കാലം ബാധകമല്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ചെസ്റ്റ് എക്സ്പാൻഷൻ ആണ്. സോ അത് മെയിൽ കാൻഡിഡേറ്റ്സിന് 76 സെൻറ്റിമീറ്റർ ആണ്. സോ അതിൽ വിത്ത് എക്സ്പാൻഷൻ ആണ് 76 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വിഷൻ ടെസ്റ്റും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. പക്ഷേ അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അതായത് നിങ്ങൾ സ്പെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രോപ്പറായിട്ട് കാണണം, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ വിത്ത് ഓർ വിത്തൗട്ട് സ്പെക്സ് നിങ്ങൾക്ക് പ്രോപ്പർ വിഷൻ ഉണ്ടായിരിക്കണം എന്നിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജോബ് പ്രൊഫൈലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് തന്നെ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ടെററിസം റിലേറ്റഡ് ആയിട്ട് എന്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും അത് ഇഷ്യൂ ആകാതെ പ്രിവെൻറ്റ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അടുത്തത് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് എവിഡൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പം ധാരാളം എവിഡൻസുകൾ കിട്ടും. ഇനി ഓൾസോ അതിനെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക, അതിൽ നിന്നും ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ളതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ഓൾസോ നിങ്ങളൊരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലാണ് ജോയിൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ സുപ്പീരിയേഴ്സ് ഉണ്ടാകും, അവരുടെ കമാൻഡ്സ് ഒക്കെ നിങ്ങൾ കേൾക്കുക, അതിനനുസരിച്ച് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർവെയിലൻസ് ഓപ്പറേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ഇനി ഈ ചെയ്യുന്നതിൻ്റെ എല്ലാം തന്നെ റിപ്പോർട്ട്സ് ഡ്രാഫ്റ്റിംഗ്. ഇപ്പോൾ ഇതുപോലെ ഒരു കേസ് വന്നു കഴിഞ്ഞു, നിങ്ങളപ്പോൾ അതിന് ഒരു കേസ് ഫയൽ ഉണ്ടാക്കേണ്ടതായിട്ട് വരും, അത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ജോലിയുടെ ഭാഗമാണ്. ഇനി ഇത് സിംഗിളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല NIA. സോ NIAക്ക് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ചിലപ്പം സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് ഫോഴ്സൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള സമയത്ത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷനും ഉറപ്പാക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ പ്രൊഫൈലിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നേച്ചർ ഓഫ് വർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫീൽഡ് റിലേറ്റഡ് വർക്ക് കൂടി വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോലിയാണ്. സോ അതായത് നമുക്കിപ്പം ഒരു സ്പെസിഫിക് സ്റ്റേറ്റിൽ ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരും എന്ന് പറയാൻ പറ്റില്ല. സോ ഇന്ത്യ മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെ ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾ NIA ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഏരിയയിൽ, ആ സോണിലെ NIA ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് റെസ്പോൺസിബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇന്ന സ്പെസിഫിക് ലൊക്കേഷനിൽ മാത്രമാണ് നിങ്ങളുടെ ജോലി എന്ന് പറയാൻ പറ്റില്ല, അക്രോസ് ഇന്ത്യ ആയിരിക്കും നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ വരുന്നത്. ആൻഡ് ഓൾസോ എന്തെങ്കിലും എമർജൻസീസോ അല്ലെങ്കിൽ ടെൻഷൻസോ വരുന്ന സമയത്ത് നിങ്ങളുടെ വർക്ക് ലോഡ് കൂടുതലായിരിക്കും. കാരണം ഇത് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ജോലിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആർമീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ടെററിസം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനുള്ളൊരു ഫോഴ്സാണ് NIA. സോ അതുകൊണ്ട് തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ജോലിയാണ് നിങ്ങളിവിടെ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി ഡിസിപ്ലിൻ റിക്വയർഡ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ചില കേസസിൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ പോസ്റ്റിംഗ് വരാം. സോ ഇതാണ് നിങ്ങളുടെ ജോബിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. കുറച്ച് സീക്രട്ടീവ് ആയിട്ടുള്ളൊരു നേച്ചർ കൂടിയായിരിക്കും. പലരും അണ്ടർ കവറൊക്കെ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി അങ്ങനെ ഫുള്ളി റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ഇതിനെപ്പറ്റി ട്രെയിനിങ്ങിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും ഒരുപാടൊന്നും നമുക്കങ്ങനെ പബ്ലിക്കായിട്ട് അവൈലബിൾ അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ സാലറി സ്ട്രക്ചറാണ്. സോ നിങ്ങൾ കയറുന്ന പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ആണ് എന്ന് ഞാൻ പറഞ്ഞു. സോ ഇത് ലെവൽ 6 വരുന്ന ഒരു ജോലിയാണ്. സോ ഇത് 4200 ആണ് ഇതിൻ്റെ പേ ഗ്രേഡ് വരുന്നത്. സോ എന്ന് വെച്ചാൽ ഏകദേശം 40,000 അടുത്ത് നിങ്ങളുടെ ബേസിക് പേ തന്നെ വരും. അതിനുശേഷം നിങ്ങൾക്ക് അലോവൻസുകൾ വരുന്നുണ്ട്. സോ DA വരുന്നുണ്ട്, 50% അബവ് ആണ് DA വരുന്നത്. നിങ്ങൾക്ക് റിസ്ക് അലവൻസ് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് HRA കിട്ടുന്നുണ്ട്, ട്രാവൽ അലവൻസ് കിട്ടുന്നുണ്ട്. പിന്നെ യൂണിഫോം ഇല്ല, NIA ഇടുന്ന ഒരു ബ്ലൂ കളർ ജാക്കറ്റ് ഞാൻ ഏതൊരു ഇമേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുപോലത്തെ ഒരു ജാക്കറ്റ് മാത്രമാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. CBI ഒക്കെ ഇടുന്ന പോലെ തന്നെയാണ് അതും വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ഏകദേശം നിങ്ങൾ മിക്കവാറും X അല്ലെങ്കിൽ Y സിറ്റീസിലായിരിക്കും പോസ്റ്റിംഗ് വരിക, Z സിറ്റീസിലേക്ക് വരാൻ ചാൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഒരു 60,000 to 65,000 ഇടയിലായിരിക്കും നിങ്ങളുടെ ഇൻഹാൻസ് സാലറി വരിക. ഓക്കെ, ഇനി അടുത്തതായിട്ട്
നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അലോവൻസുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡി എന്ന് പറയുന്നത് ഡിയോണസ് അലവൻസ് ആണ്. സോ അത് നിങ്ങളുടെ ബേസിക് പേ എത്രയാണോ അതിനനുസരിച്ച് ഡിയോണസ് അലവൻസും കൂടി വരും. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ബേസിക് പേ അടുത്ത പ്രൊമോഷൻ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബേസിക് പേ മാറുന്ന സമയത്ത് നിങ്ങളുടെ ഡിയോണസ് അലവൻസ് അതിൻ്റെ 50% അബവ് ആയിരിക്കും കണക്ക് കൂട്ടുക. ഇനി മാത്രമല്ല എല്ലാ വർഷവും ജൂലൈ 1-നും ജനുവരി 1-നും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊത്തം സാലറി ചെറിയ പെർസെൻറ്റ് വെച്ചിട്ട് ഇൻക്രീസ് ആകും. അത് ആനുവൽ ഇൻക്രിമെൻ്റ് ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഹൗസ് ആൻഡ് റെൻ്റൽ അലവൻസ് HRA ലഭിക്കുന്നതാണ്. ട്രാവൽ അലവൻസ് ഉണ്ട്. ഇനി റിസ്ക് അലവൻസ്, ഈ ജോലി ഇച്ചിരി റിസ്കി ആയിട്ടുള്ള ജോലി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ അലവൻസ് അല്ലെങ്കിൽ റിസ്ക് അലവൻസ് ലഭിക്കുന്നത്. പിന്നെ നിങ്ങൾ CGHSൻ്റെ ഭാഗമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സ്കീമാണ്. സോ നിങ്ങളും നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഫാമിലിക്കൊക്കെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാഷ് റീഇംബേഴ്സ്മെൻറ്റ് അവൈലബിൾ ആക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. LTC ഉണ്ടായിരിക്കും. LTC എന്ന് പറഞ്ഞത് ലീവ് ട്രാവൽ കൺസെഷനാണ്. സോ നിങ്ങളിപ്പം ഇന്ത്യയിൽ ട്രാവൽ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ടിക്കറ്റ്സ് കാണിച്ച് നിങ്ങൾക്ക് അവിടെ നിന്നും വീണ്ടും കൺസെഷൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ യൂണിഫോം അലവൻസ്, അത് ഫീൽഡ് പൊസിഷനിലാണെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം അലവൻസും ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ജോലിയുടെ അലവൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് കരിയർ പ്രോഗ്രഷനാണ്. സോ നമുക്ക് പ്രൊമോഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് സബ് ഇൻസ്പെക്ടർ ലെവലിലാണ്. അതിനുശേഷം വരുന്നത് ഇൻസ്പെക്ടർ പോസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് അല്ലെങ്കിൽ DSP ആയിട്ട് വരും. അതിനുശേഷം അഡീഷണൽ SP, നെക്സ്റ്റ് വരുന്നത് ഇവിടെ SP ആയിട്ട് വരും. സോ സാധാരണ ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക് അയാളുടെ കരിയറിൻ്റെ അവസാനം ആകുമ്പോഴേക്കും SP ആയിട്ട് വരെ റിട്ടയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി അതേസമയം നിങ്ങൾ ഇത്തിരി നേരത്തെയാണ്, മേ ബി ഒരു 22 ഇയേഴ്സിലൊക്കെ തന്നെ നിങ്ങൾ ഈ ജോലിയിൽ കയറിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് അടുത്ത പോസ്റ്റായ SSP പോസ്റ്റിലേക്ക് വരെ നിങ്ങൾക്ക് എത്താം. SSP ആയിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും നല്ല പ്രൊമോഷൻ ലാഡർ തന്നെയാണ് ഈ ഒരു ജോലിക്ക് വരുന്നത്. ഇനി അടുത്തത് പോസ്റ്റിംഗ് ആൻഡ് വർക്ക് എൻവയോൺമെൻറ്റ് ആണ്. അത് ഞാൻ ചെറുതായിട്ട് നേരത്തെ പറഞ്ഞു. നിങ്ങൾ ഏത് സോണിലാണോ ആ സോണിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. മാക്സിമം മെട്രോ സിറ്റീസിൽ തന്നെയായിരിക്കും പോസ്റ്റിംഗ് വരിക. Y കാറ്റഗറി വരെ വരാം. Y കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട്, തൃശ്ശൂരൊക്കെ പോലെയുള്ള പ്ലേസസ് ആണ്. എന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ സിറ്റീസ് അല്ല, പക്ഷേ സിറ്റീസ് ആണ്. എന്നാൽ അടുത്ത കാറ്റഗറിയാണ് ടൗൺസ്. അവിടേക്ക് എന്തായാലും പോസ്റ്റിംഗ് വരില്ല. സോ മെട്രോ സിറ്റീസിലോ അല്ലെങ്കിൽ ഹൈ സെൻസിറ്റീവ് സോൺസിലൊക്കെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാം. അപ്പോൾ ഇവിടെയാണ് മേ ബി ചില കേസുകളിൽ ഇൻ്റർനാഷണൽ ഏജൻസികൾ, അതായത് FBI പോലെയോ ഇൻ്റർപോൾ പോലെയോ ഉള്ളതൊക്കെ ഓർഗനൈസേഷൻസുമായിട്ട് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ളൊരു അവസരവും കിട്ടും. നിങ്ങൾ പല വെബ് സീരീസിലും കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങളിത് ചൂസ് ചെയ്യണം. സോ പണവും പവറും ഒരുപോലെ ലഭിക്കുന്ന ഒരു ജോലിയാണ് NIAയിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ കാലത്തിൻ്റെ, അതായത് ഇത്തിരി റീസെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തിൻ്റെ അഡ്വാൻസ്മെൻറ്റിനനുസരിച്ച് വളരെ ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോലിയായിരിക്കും NIAയിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോലി തന്നെയാണിത്. ഓക്കെ, ഇനി അടുത്തതായി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ SSCയുടെ CGL എക്സാമിലൂടെ നിങ്ങൾക്കും ഈ ജോലിയിലേക്ക് എത്തിച്ചേരാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം CGL എക്സാം എന്ന് പറയുന്നത് ഒരു റിട്ടൺ എക്സാമിനേഷൻ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമുള്ള റിട്ടൺ എക്സാമിനേഷൻ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ ഉണ്ടാവും. അതിലൊരു ഉത്തരം മാത്രമാണ് കറക്റ്റ് ഉണ്ടാവുള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പേപ്പേഴ്സോ എസ്സേസോ ഒന്നും തന്നെ ഇല്ല. 2 ലെവലിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസിലൂടെയാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ധൈര്യമായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ Tier 1 എക്സാം എന്നും Tier 2 എക്സാം എന്നുമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് SSC എക്സാമിൻ്റെ Tier 1 ആണ്. സോ Tier 1-ൽ നമുക്ക് 4 സബ്ജക്റ്റുകളാണുള്ളത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. സോ ഈ 4 സബ്ജക്ട്സിനും ഈക്വൽ വെയിറ്റേജ് ആണ് വരുന്നത്. സോ ഓരോന്നിൽ നിന്നും 25 മാർക്ക് വീതം ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതം വെയിറ്റേജ് വരുന്നുണ്ട്. ഒരു ക്വസ്റ്റിന് 1/2 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. സോ ടോട്ടൽ 100 ചോദ്യങ്ങളിൽ നിന്നും 200 മാർക്കിൻ്റെ എക്സാമാണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം 60 മിനിറ്റ്സ് എന്ന് പറയുന്നതാണ്. സോ അതിനുശേഷം നമ്മുടെ Tier 2 എക്സാമിലേക്ക് പോകുമ്പോൾ
അതേ സബ്ജക്റ്റ് തന്നെ വെയിറ്റേജ് കുറച്ചൊന്ന് മാറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മാത്തമാറ്റിക്കൽ എബിലിറ്റി നമ്മുടെ മാത്സ് തന്നെയാണ്, അതിനുശേഷം റീസണിങ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജ് മാത്രമേ മാറിയിട്ടുള്ളൂ, ഇതിൻ്റെ സിലബസ് മാറില്ല. അതായത് Tier 1 നിങ്ങൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ ഒന്നുകൂടി ഹാർഡാകും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങളുടെ കോൺസെപ്റ്റ്സ് ഒന്നും മാറുന്നില്ല. അത് തന്നെ നിങ്ങൾ ഒന്നും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സാമും നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു സബ്ജക്റ്റ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ്. ഇത് ക്വാളിഫയിങ് നേച്ചറിൽ വരുന്ന ഒരു ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ ഈ ടെസ്റ്റിൻ്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് കൂട്ടില്ല കേട്ടോ. ഇത് നിങ്ങൾ പാസ്സാകണം, പക്ഷേ ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ ഇതിൻ്റെ മാർക്ക് കൂട്ടില്ല. അതിനുശേഷം ഡേറ്റ എൻട്രിയുടെ സ്പീഡ് ടെസ്റ്റ്, ഇത് അധികവും ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കാണ് വരാറ്. ഈ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ NIA സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഈ ഒരു എക്സാം വരാറില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് Tier 1 ആൻഡ് Tier 2. ഇത് രണ്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ റിക്വയർമെൻറ്റ്സും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായി നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് ഈ ജോലിയിലേക്ക് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ജോലിനെ പറ്റി കേൾക്കുന്നതെങ്കിൽ പോലും, മേ ബി ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ എക്സാമിനനുസരിച്ചിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് കവറേജ് തരുന്ന രീതിയിലുള്ള ബേസിക് ലെവൽ പ്രിപ്പറേഷനാണ് നമ്മുടെ ഒന്നാമത്തെ ലെവൽ കോച്ചിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന വീക്കർ ഏരിയാസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിങ്ങളെ ഒന്നും കൂടി എക്സ്ട്രാ ട്രെയിൻ ചെയ്തതിന് ശേഷം ലെവൽ 2 കഴിഞ്ഞ് ലെവൽ 3യിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ മെയിൻസ് എക്സാം ലെവൽ പ്രിപ്പറേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഗോൾഡ് ബാച്ചസിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ മിഷൻ SSC 2026 എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ SSCയുടെ 2026 എക്സാംസ് ആണ് നമ്മളിവിടെ എയിം ചെയ്യുന്നത്. സോ അതിനുവേണ്ടി കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സസിലും നിങ്ങൾക്ക് ഫുൾ ആക്സസ് ലഭിക്കും. ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. ഇതൊന്നും കൂടാതെ നിങ്ങളുടെ കൂടെ സ്ഥിരമായിട്ട് മെൻറ്റേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഇത്തരത്തിലുള്ളൊരു ഡ്രീം ജോബിൽ ലാൻഡ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇപ്പം ഇതിൻ്റെ കാര്യം പറയാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൂടി നമുക്ക് പറയാനുണ്ട്. സോ എൻട്രിയുടെ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഗോൾഡ് ബാച്ചസിൽ ഏകദേശം 100-ൽ പരം ഗോൾഡ് ബാച്ചസിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൽ നിന്ന് മാത്രം 3000-ൽ പരം കുട്ടികളാണ് എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 3000+ റിസൾട്ട്സ് ആണ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ബാച്ചിൽ നിന്നും നമുക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഒരു ചെറിയ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് 3000-ന് 30% ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുന്ന എൻട്രിയുടെ ഗോൾഡ് ബാച്ചസിൽ 30% ഡിസ്കൗണ്ട്, ഏകദേശം 6000 റുപ്പീസിൻ്റെ അടുത്ത് ഡിസ്കൗണ്ട് ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ആൻഡ് ഓൾസോ ഈ എക്സാംസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റിനെ പറ്റിയിട്ടോ എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾക്ക് നമ്മളെ എഴുതി അറിയിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കോമൻസിലൂടെ എഴുതി അറിയിക്കുക. ഇനിയും നിങ്ങൾക്ക് എത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ് വേണ്ടത്, ഇതൊക്കെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ്. ഇനിയും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും കോമൻസിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.